ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഗ്രേറ്റ് ഓഷ്യൻ റോഡാണ്. നല്ല വെയിലുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ നിർത്തിയതാണ്. ഞങ്ങളിപ്പോൾ ഇനി ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. ഇന്നത്തെ ഡേ ഉണ്ടാവാൻ പോകുന്നതെന്നൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാം. ഞങ്ങൾ മോർണിംഗ് ഒരു 7-7:30 ഒക്കെ ആയപ്പോഴാണ് ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. ഞങ്ങൾ മാക്കസിനാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ട്രിപ്പൊക്കെ കണ്ടിന്യൂ ചെയ്തു. ഞങ്ങളൊരു മിനി ബസ്സിലായിരുന്നു ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നത്. ആൻഡ് ഇതൊരു 20 പേരുടെ ഗ്രൂപ്പായിരുന്നു ഈ ട്രിപ്പിലുണ്ടായിരുന്നത്. ആൻഡ് നമുക്കൊരു ഗൈഡും ഒക്കെ ഉണ്ടായിരുന്നു ഈ ട്രിപ്പിൽ. ഞങ്ങളുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് 12 അപ്പോസ്റ്റൽസ് ആയിരുന്നു. ആൻഡ് ഈ പോണ വഴിക്ക് ഈ സീൻ്റെ വ്യൂ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ആൻഡ് ഈ 12 അപ്പോസ്റ്റൽസ് കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ ആയിരുന്നു കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു പ്ലേസ് നേരിട്ട് കാണാൻ പോകാൻ എൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അറ്റ് ലാസ്റ്റ് ആ പ്ലേസ് അങ്ങോട്ട് കണ്ടപ്പോൾ എൻ്റെ ദൈവമേ എന്തൊരു ബ്യൂട്ടിഫുൾ ആയിരുന്നു എന്നറിയോ. ഈ സത്യം പറഞ്ഞാൽ ക്യാമറ ഒന്നും ഒരു ജസ്റ്റിസും തരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാൻ. നേരിട്ട് അത് പോയി ഒന്ന് കാണണം. ഭയങ്കര ഒരു കളറാണ് ആ സീൻ്റെ ഓരോ ലെയേഴ്സ്. ഇങ്ങനെ പല പല ബ്ലൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇഷ്ടമായോ സ്ഥലം മമ്മിക്ക്? നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഭയങ്കര ബ്യൂട്ടിഫുൾ. കുറെ വീഡിയോസിലൊക്കെ ഈ പ്ലേസ് കണ്ടിട്ടുണ്ടെങ്കിലും അത് നേരിട്ട് വന്ന് കണ്ടപ്പോൾ അതിന്റെ ഫീല് അത് വേറെ തന്നെയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. മക്കളൊക്കെ അലിഞ്ഞു ചേർന്നു കടലിൽ. ബാക്കി പുറത്ത് നിൽക്കുന്ന ചില ഭാഗങ്ങൾ മാത്രമുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കൂടെയാണ് നടന്നിട്ട് നമ്മൾ പോകുന്നത്. അതിൽ ഈ ക്യാമറ ഒന്നും ഒരു ജസ്റ്റിസും തരുന്നില്ല. അപ്പിനേക്കാളും ഭയങ്കര ഭംഗിയായിട്ടുണ്ടെന്ന് എൻ്റെ മുടി കണ്ടത്. ഒടുക്കത്തെ കാറ്റ്, ഭയങ്കര കാറ്റ്, നല്ല സുഖം. എങ്ങനെയുണ്ട് മമ്മി വാക്ക്? നല്ല വെയിലും ഉണ്ട് കേട്ടാ. വെയിൽ പക്ഷെ ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഈ ഭംഗി കാരണം എത്ര വെയിൽ കൊണ്ടാലും കുഴപ്പമില്ല. ഞങ്ങൾ ഇതുപോലെയാണ് കേട്ടോ ബസ്സിൽ ഈ വ്യൂവും കണ്ടുകൊണ്ട് വന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ആയാലേ, എത്ര കണ്ടിട്ടും മതിയാവുണ്ടായിരുന്നില്ല. ഈ ഹെലികോപ്റ്റേഴ്സിൽ നമുക്ക് ഈ വ്യൂവും കണ്ടുകൊണ്ട് ട്രാവൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ അതിന് നേരത്തെ നമ്മൾ ബുക്ക് ചെയ്യണം. പിന്നെ അതിൻ്റെ ബുക്കിങ്ങൊക്കെ പെട്ടെന്ന് തീരുന്നു. പിന്നെ കുറേ എക്സ്പെൻസീവ് ആണെന്നും ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞു തന്നായിരുന്നു. ഞങ്ങൾ നെക്സ്റ്റ് പോയത് പോർട്ട് ക്യാമ്പ്ബെൽ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ തന്നെയുള്ള വേറെ കുറച്ച് വ്യൂ പോയിന്റ്സും കൂടിയും കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തത് ഈ കോലാബേറിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈഡ് പറഞ്ഞു ഞാൻ ആദ്യം പോയി നോക്കട്ടെ, എന്നിട്ട് കാണാണെങ്കിൽ നിങ്ങളെ വിളിക്കാമെന്ന്. എന്നിട്ട് 1-2 സ്ഥലത്തൊക്കെ നിർത്തിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് കറക്റ്റായിട്ട് കോലാബേറിനെ കാണാൻ പറ്റിയ കേട്ടോ. ഞങ്ങൾ ഈ വഴിക്കൂടെ ഇങ്ങനെ നടക്കുവാണ്. കാറ്റിലൂടെ ഉള്ള യാത്രയിൽ ബേഴ്സിനെ കാണുക, കാറ്റാസ്വദിക്കുക, അങ്ങനെയൊക്കെയാണ് ഗൈഡ് ഞങ്ങളുടെ കൂടെ വന്നു കാണിച്ചു തരാനായിട്ട്. നല്ല തണുത്ത കാറ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ സൂക്ഷിച്ചു നോക്കിയാൽ കോളബേർ ആ ട്രീം ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഞങ്ങളുടെ ഗൈഡ് പറയായിരുന്നു ഇത് ഗം ട്രീൻ്റെ മുകളിലാണ് മോസ്റ്റ്ലി കാണാമെന്ന്. ഈ ഗം ട്രീ എന്ന് പറയുന്നത് ഈ യൂക്കാലിപ്റ്റസിൻ്റെ ട്രീ ആണ്. അപ്പം അതിൻ്റെ ഇല തിന്നിട്ടാണ് ഇവർ ജീവിക്കുന്നത്. ഞങ്ങൾ കണ്ട കോളബേർ ഉണ്ടല്ലോ ഉറങ്ങുമായിരുന്നു, പാവം. ഞങ്ങൾ വേറൊരെണ്ണത്തിനെ കണ്ടു. പക്ഷെ ഞങ്ങൾ അത് ആ ഫോൺ എടുക്കുമ്പോഴേക്കും അത്
ലൈക്ക് പോവും, അത്രയും സ്പീഡിൽ വണ്ടി പോവായിരുന്നു. അതുകൊണ്ട് അത് കാണിച്ചു തരാൻ പറ്റിയില്ല. പക്ഷെ അത് നല്ല ക്യൂട്ടായിരുന്നു കാണാൻ. അത് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് നോക്കുമായിരുന്നു നമ്മളെ. ഒരു പ്രത്യേക തരം മരത്തിൽ മാത്രമാണ് പറയുന്നുണ്ട്, മാത്രമാണ് ഈ കാണുന്നതെന്ന് മോസ്റ്റ്ലി. ആ ട്രെയിനിന്റെ മുകളിലാണ് നമുക്ക് മോസ്റ്റ്ലി കാണാൻ പറ്റുന്നത്. പിന്നെ ഞങ്ങളുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തു. ഞങ്ങൾ പിന്നെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ലഞ്ച് കഴിക്കാനുള്ള സ്റ്റോപ്പായിരുന്നു. കാരണം ഓൾറെഡി ഒരു നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ ട്രിപ്പ് എങ്ങനെയായിരുന്നു അവർ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ മെൽബൺ സിറ്റിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളോട് ഒരു മീറ്റിംഗ് പോയിന്റിൽ എത്താൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ പോയിന്റിൽ വന്ന് അവർ നമ്മൾ പിക്ക് ചെയ്യുമായിരുന്നു. ആൻഡ് ഈ ട്രിപ്പ് അവർ ഏറ്റവും ദൂരെയുള്ള സ്ഥലത്തോട്ടാണ് പോയത്. ദൂരെയുള്ള സ്ഥലം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ആദ്യം പോയത് 12 അപ്പോസ്റ്റൽസ് അല്ലേ, അവിടെയാണ് ഏറ്റവും ദൂരെയുള്ള സ്ഥലം. സത്യം പറഞ്ഞാൽ നമ്മൾ കണ്ട് പോകുമ്പോൾ ഏറ്റവും അവസാനം കാണേണ്ട സ്ഥലമാണ് അത്. പക്ഷെ ഞങ്ങളത് ആദ്യം കണ്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ അടുത്തുള്ള സ്ഥലം കണ്ട് ഇങ്ങനെ സിറ്റിയിലോട്ട് വരുവാണ് ഞങ്ങൾ ചെയ്തത്. അങ്ങനെയാണ് ഇവർ ഈ ട്രിപ്പിൻ്റെ ഐറ്റിനറി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പിന്നെ അപ്പോഴേക്കും ഫുഡ് കഴിക്കേണ്ട സ്ഥലത്ത് എത്തിയായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള റെസ്റ്റോറൻറ്റിൽ കയറി നമുക്ക് കഴിക്കാമായിരുന്നു. അവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു, നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഫിഷൊക്കെ നല്ലതാണെന്ന് അവിടെ പറഞ്ഞു. അപ്പോൾ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു ചോർജ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. ഞങ്ങളിവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി വെക്കുവാണ്. ഞങ്ങൾ ഫിഷും ചിക്കനും ആണ് ഓർഡർ ചെയ്തത്. ചിക്കൻ നോർമൽ ക്ലാസിക് ചിക്കൻ ബർഗറാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഫ്ലേക്ക് ഫിഷ് ആണ് ഓർഡർ ചെയ്തത്. അപ്പോഴേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എത്തി. എന്നിട്ട് പറ, നല്ലതാണോ? ശരിക്കും നല്ലതാ? നോക്കട്ടെ, ഞാൻ കഴിച്ചോക്കട്ടെ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അത്ര സ്പൈസി ഒന്നും അല്ല, എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാനാണ് പോയത്. ഇത് എന്ന് വെച്ചാൽ കുറേ അവാർഡ് വിന്നിങ് ഐസ്ക്രീമാണ്. കുറേ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഈ ഐസ്ക്രീമിന്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര അവാർഡൊക്കെ കിട്ടിയെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഈ ഐസ്ക്രീം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഐസ്ക്രീമിന്റെ അവാർഡ് കിട്ടിയതിന്റെ ഫോട്ടോസ് അവിടെ വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട് അവാർഡ്, എന്താണ് ഇത്രമാത്രം അവാർഡ് കിട്ടാനുള്ള കാരണം നോക്കാം. പക്ഷെ അത്ര എക്സ്പെൻസീവും അല്ല. ഇതിന് $6 കോഫി ചോക്കോ ക്രഞ്ച്. കോഫിയുടെ ടേസ്റ്റ് ഉണ്ട്, ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോഫി ചോക്കോ ക്രഞ്ച് എന്ന് പേര്. എങ്ങനെയുണ്ട് ടേസ്റ്റ്? കൂടുതൽ വില ടേസ്റ്റ് കൂടുതലുണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ അവാർഡ് വിന്നിങ് ഐസ്ക്രീം കഴിച്ചു നോക്കും. കുറേ അവാർഡുകൾ കണ്ടു അവിടെ. കണ്ടു ഞാൻ എടുത്തു, വീഡിയോ എടുത്തു. മൂടി താങ്ക് യു. ശരിക്കും അടിപൊളി. കോഫി ചോക്ലേറ്റ് ഭയങ്കര ഒരു ടേസ്റ്റ്. കോഫി കുടിച്ച പോലെ ഉണ്ട്. എത്ര നല്ല ഐസ്ക്രീം ഇതുവരെയായിട്ടും കഴിച്ചിട്ടില്ല. വെറുതെ എല്ലാം ഓടി കിട്ടിയ. പക്ഷെ മമ്മി പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചോ കുഴപ്പമില്ലാന്ന്. ഇത് വായിൽ വെക്കുമ്പോ എന്തോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. പിന്നെ ഞങ്ങളുടെ ട്രാവല് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ അടുത്ത സ്റ്റോപ്പിലോട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്തു. ഡ്രൈവ് ഞങ്ങളുടെ വ്യൂ കാണിച്ചു തരാം. എങ്ങനെയുണ്ട് വ്യൂ? അടിപൊളി. കുറേ മണിക്കൂറുകളോളം ഇതിൻ്റെ ഓഷ്യൻ്റെ സീനിയാണ് കാണാൻ പറ്റുന്നത്. ഞങ്ങളുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ലോൺ ബീച്ചായിരുന്നു. അപ്പം അങ്ങോട്ടേക്കുള്ള ട്രാവലിലായിരുന്നു ഞങ്ങൾ. അവിടെ അടങ്ങി ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് വെള്ളത്തിലിറങ്ങാം, പിന്നെ എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചെയ്യാമെന്ന്. പക്ഷെ ഞങ്ങൾ വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വെറുതെ കാലൊക്കെ നനച്ചിട്ട് വരാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞങ്ങൾ.
അങ്ങനെ ഞങ്ങൾ ലോൺ ബീച്ചിലെത്തി. ആൻഡ് ഞങ്ങൾ കാല് മാത്രം ഇങ്ങനെ വെള്ളത്തിലൊക്കെ നനച്ച് കുറച്ച് നേരം വെള്ളത്തിൽ കാലൊക്കെ ഇങ്ങനെ ആട്ടിയിട്ട് തിരിച്ചിങ്ങനെ വന്നു. ഉണ്ടായിരുന്നു ബീച്ചിലെ വെള്ളം നിറഞ്ഞിട്ട് കാലൊക്കെ വേണ്ട. പക്ഷെ ഞങ്ങൾ ഫുള്ളായിട്ട് ഇറങ്ങിയൊന്നുമില്ല. പിന്നെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ മൊത്തം പിള്ളേരാ. അപ്പം ഇവിടെ നിന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും. പിള്ളേരുടെ പിക്ചേഴ്സൊന്നും അവരുടെ പാരൻസിന്റെ പെർമിഷൻ ഇല്ലാണ്ട് വരാൻ പാടില്ല, അങ്ങനെ എന്തൊക്കെയോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടായിരുന്നു ഞങ്ങളുടെ ട്രിപ്പ് എന്ന്. അപ്പോൾ ഏറ്റവും ആദ്യം ആവേണ്ട ആ ഒരു വ്യൂ പോയിന്റ് ആയിരുന്നു ഞങ്ങൾ ലാസ്റ്റ് കണ്ടത്. അപ്പോൾ അതാണ് ഈ ഗ്രേറ്റ് ഓഷ്യൻ റോഡ് ആർച്ച്. ആൻഡ് അത് നല്ലൊരു ഭംഗിയുള്ള സ്ഥലം തന്നെ. എല്ലാവരും പിക്ചേഴ്സ് എടുക്കാനും പോസ് ചെയ്യാനും ഒക്കെ നിൽക്കുന്ന ഒരു പ്ലേസ് ആണ്. അപ്പോൾ ഐസ്ക്രീം വാങ്ങാൻ മമ്മീനെ വിട്ടിട്ട് ഞാൻ കുറച്ച് ഷോപ്പിങ്ങിന് പോയായിരുന്നു. അപ്പോൾ ഈ മാഗ്നറ്റും പിന്നെ ഈ കാങ്കറു ടോയും എൻ്റെ കസിൻ എവന് വേണ്ടിയിട്ട് വാങ്ങിച്ചായിരുന്നു. പിന്നെ ഈ 12 അപ്പോസ്റ്റൽസിൻ്റെ ഈ കീ ചെയിൻ ഞാൻ ആ 12 അപ്പോസ്റ്റൽസിൻ്റെ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ച സോവനിയേഴ്സ്. അങ്ങനെ ഞങ്ങളുടെ ഗ്രേറ്റ് ഓഷ്യൻ ട്രിപ്പ് അവസാനിച്ചു. എന്നും മെമ്മറിയിൽ ഉണ്ടാകുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രിപ്പായിരുന്നു ഇത്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഫുൾ ട്രിപ്പ്? അടിച്ചുപൊളിച്ചു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇവിടെ ഓസ്ട്രേലിയയിൽ വിസിറ്റ് ചെയ്യാൻ വരുന്നവരെല്ലാവരും മിസ് ചെയ്യാണ്ട് ഗ്രേറ്റ് ഓഷ്യൻ റോഡ് ഒരു ട്രിപ്പ് പോവുക. നല്ല പോത്താണ് പോകുന്നത്. ലൈക്ക് കണ്ണിനൊക്കെ ഇങ്ങനെ ഒരു അടിപൊളി കാഴ്ച തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരെയും അടുത്ത വ്ളോഗിൽ കാണാം. മമ്മിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഈ ട്രിപ്പിനെ പറ്റിയിട്ട്? ട്രിപ്പ് നല്ല ട്രിപ്പായിരുന്നു. എല്ലാവരും വന്നു കഴിഞ്ഞാൽ കാണാം. ഞങ്ങളൊരു ഒരു വലിയ ഒരു തന്നെയായിരിക്കും. അതെ, മിസ്സിംഗ് ആയിരിക്കും. പിന്നെ ഞങ്ങളൊരു 20 പേരിന്റെ ഒരു ഗ്രൂപ്പായിട്ടാണ് ട്രിപ്പ് പോയത്. ലൈക്ക് എല്ലാവരും അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രിപ്പൊക്കെ നന്നായി പോയി. ഞങ്ങളുടെ ഗൈഡും അടിപൊളിയായിരുന്നു. തിരിച്ചു കൊണ്ടാക്കി. ഇവിടെ ഇപ്പോ 8:30 ആയിട്ടോ രാത്രി 7:00 തിരിച്ചെത്തിയത്. കഴിഞ്ഞിട്ട് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തത്. അതെ, അപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ ബൈ.